അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരം. കോടനാട് കൂടിന് ബലക്ഷയമുള്ളതായി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലെ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരം എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. തുടർ ചികിത്സ അല്ലെങ്കിൽ തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? എന്തായാലും ഇന്ന് രാവിലെയും നമ്മൾ കണ്ടതാണ് ആനയുടെ ആരോഗ്യനില നിലയിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷണം കാര്യമായിട്ട് ആന എടുക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ആനയുടെ ആരോഗ്യം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ ആനയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ട് ഉൾക്കാട്ടിനകത്തേക്ക് തന്നെ കയറ്റിവിട്ടത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ആന വീണ്ടും കാടിറങ്ങുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാരുടെ ശ്രദ്ധയിലും പിന്നീട് മാധ്യമങ്ങളും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഈ മസ്തകത്തിനകത്ത് നിന്ന് പുഴുക്കളടക്കം ഒലിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. തുടർന്നാണ് വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വീണ്ടും ആനയെ ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്ന് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ആനയെ നിരീക്ഷിച്ചിരുന്നു. ആന അതീവ അവശനിലയിലാണ്. ആനയുടെ ആരോഗ്യവും ഗുരുതരമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ഇന്ന് രാവിലെ കോടനാടിൽ പോയിരുന്നു. കോടനാടിൽ ആ സങ്കേതം, ആനയെ ചികിത്സിക്കാൻ ബന്ധപ്പെട്ടുള്ള ആ കൂട് കണ്ടിരുന്നു. പക്ഷേ അതിന് ബലക്ഷയമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മറ്റൊരു സാധ്യത ഒരു പുതിയ കൂട് പണിയുക എന്ന് തന്നെയാണ് ആ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം വീണ്ടും നീണ്ടേക്കാം. എന്നാലും അദ്ദേഹം ഈ ആനയെ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുവെടി വയ്ക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. പ്രത്യേകിച്ച് ആനയുടെ അവശനില പരിഗണിച്ച്, ആരോഗ്യനില പരിഗണിച്ച് മയക്കുവെടി വയ്ക്കുന്നത് ജീവന് ആപത്താവുമോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമായി തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കിടക്കുന്നത്. എന്തായാലും അരുൺ സക്രയും സംഘവും ഇവിടെയുണ്ട്, ഇന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരിക്കും. എന്തായാലും ആനയെ ചികിത്സിക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം.